മെയിനായിട്ട് നല്ല നല്ല റോഡുകൾ ആദ്യം ചെയ്ത് തരണം ഈ നാട്ടുപ്രദേശങ്ങളിൽ. ആകെ കച്ചറയും വണ്ടിക്ക് ഒരു 50 രൂപയുടെ ഓട്ടം പോകുമ്പോൾ 100 രൂപയുടെ എണ്ണ വേണം. ഓട്ടോറിക്ഷക്കാർ പലരും പലതരത്തിലുള്ള ചാർജുകളാണ് വാങ്ങുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നല്ലൊരു ഉപകാരമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഈ പഞ്ചായത്തിലൊക്കെ മീറ്റർ ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ എങ്ങനെ മുതലാവാനാ? ഒന്നാമത് വളാഞ്ചേരി ഭയങ്കര ബ്ലോക്ക്, പിന്നെ രണ്ടാമത് ഈ പഞ്ചായത്തിലൊക്കെ മീറ്റർ ഇട്ട് ഓടിക്കഴിഞ്ഞിട്ട് റിട്ടേൺ അങ്ങോട്ട് കയറുമ്പോൾ 10 റുപ്യ കിട്ടുക, നമുക്ക് മീറ്ററിന്റെ കാശ് കിട്ടൂല. ആ നിയമം ഇവിടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ നടക്കില്ല എന്നുള്ളത് സർക്കാർ അറിയുന്ന കാര്യമാണല്ലോ. ഓട്ടോക്കാര് ചാർജ് കൂട്ടി വാങ്ങുന്നവരുണ്ട്, കൂട്ടി വാങ്ങാത്തവരുണ്ട്. ഈ മീറ്റർ ഇട്ട് ഓടിയാലൊന്നും നമ്മളിവിടെ മുതലാവില്ല. കാരണം ഇതുകൊണ്ട് കാരണം ആകെ എപ്പം തന്നെ ഓടിയാൽ തന്നെ പൈസ കിട്ടണില്ല. കാരണം 30 റുപ്യ കിലോമീറ്റർ പറയുകയാണെങ്കിൽ പൈസ ഇപ്പം തന്നെ കിട്ടുന്നില്ല വണ്ടി ഓടിയാൽ. അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല ആൾക്കാരുടെ അടുത്തൊന്നും പല റേറ്റിൽ വാങ്ങുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീറ്റർ കൊണ്ടുവരുന്നോട് നമുക്ക് നിയമത്തിന് തെറ്റൊന്നുമില്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ അത് ഗ്രാമങ്ങളിൽ നടക്കില്ല. പഞ്ചായത്ത് അതുമാതിരി മുനിസിപ്പാലിറ്റി, വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ബുദ്ധിമുട്ടാണ് അങ്ങനെ നിയമം കൊണ്ടുവരണമെങ്കിൽ. പക്ഷേ ഓട്ടം കാര്യങ്ങളൊക്കെ വാടക കമ്മിയാണ്, എല്ലാം ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇടാതെ ഓടിയാൽ ഇനി പൈസ നൽകേണ്ടതില്ല എന്ന നിയമമാണ് മാർച്ച് 1 മുതൽ സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇതിനെതിരെ ഓട്ടോ തൊഴിലാളികളും യൂണിയനുകളും പ്രതിഷേധം ഉയർത്തി വരികയാണ്. ഇതിനെക്കുറിച്ച് ഓട്ടോ തൊഴിലാളികൾക്കും യാത്രക്കാർക്കും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓട്ടോക്കാർക്ക് ഗുണം എന്ന് വെച്ചാൽ ഒരു കണക്കിന് നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ നടക്കില്ല. നാട്ടുപ്രദേശങ്ങളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാടക ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല വഴികൾക്കും പല ട്രിപ്പുകൾക്കും പല റേറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി. പിന്നെ മീറ്റർ ടൗൺ പെർമിറ്റ് ആയാലാണ് നമുക്ക് മീറ്റർ സൗകര്യം നടക്കുള്ളൂ. ഇവിടെ പെർമിറ്റും കാര്യങ്ങളും നിർത്തലാക്കിയിട്ടില്ല, ഒന്ന്. രണ്ടാമത് എന്താ പറയുക, നമ്മുടെ ഈ ബ്ലോക്കും കാര്യങ്ങളും പല വഴികളും മോശമാണ്. മെയിനായിട്ട് നല്ല നല്ല റോഡുകൾ ആദ്യം ചെയ്ത് തരണം ഈ നാട്ടുപ്രദേശങ്ങളിൽ. ആകെ കച്ചറയും വണ്ടിക്ക് ഒരു 50 രൂപയുടെ ഓട്ടം പോകുമ്പോൾ 100 രൂപയുടെ എണ്ണ വേണം. അത്രയും കച്ചറയും മെയിൻ്റെനൻസും കാര്യങ്ങളും എല്ലാം കൂടി ഞങ്ങൾക്ക് താങ്ങില്ല. ആകെ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 300 രൂപയോ അല്ലെങ്കിൽ 250 രൂപ, 300 രൂപ, 400 രൂപ ആ റേഞ്ചിലാണ്. അതിൽ 200 രൂപ കളക്ഷൻ കൊടുക്കണം വണ്ടിക്ക്. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നേരത്തെ മീറ്റർ കൂടി ഇട്ട് ഓടിച്ച് എന്താണ് ഗുണം ഉള്ളത്? ഒരു ഗുണമില്ല. അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഓട്ടോറിക്ഷക്കാർ പലരും പലതരത്തിലുള്ള ചാർജുകളാണ് വാങ്ങുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് നല്ലൊരു ഉപകാരമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലൊരു അവബോധനം കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് നാളെ എങ്ങനെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ അവർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ പരിഹരിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അനുഭവങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്, ഒന്നും രണ്ടും ഒന്നല്ല. കാരണം ചെറിയ ചെറിയ എമൗണ്ടുകളാണെങ്കിൽ പോലും അവർ ചെറിയ സ്ഥലത്തേക്ക് പോയാൽ പോലും വലിയ എമൗണ്ടുകൾ വാങ്ങുന്ന സമയങ്ങളുണ്ട്. റോഡ് മോശമായാൽ അവർ കൂടുതൽ വാങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം അത് നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഇപ്പൊ ഈ പറയുന്ന ഞാനാണെങ്കിലും നാളെ ഓട്ടോ ഓടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനത് ചെയ്യാനും തയ്യാറാണ്. ഈ പഞ്ചായത്തിലൊക്കെ മീറ്റർ ഇട്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ എങ്ങനെ മുതലാവാനാ? ഒന്നാമത് വളാഞ്ചേരി ഭയങ്കര ബ്ലോക്ക്, പിന്നെ രണ്ടാമത് ഈ പഞ്ചായത്തിലൊക്കെ മീറ്റർ ഇട്ട് ഓടിക്കഴിഞ്ഞിട്ട് റിട്ടേൺ അങ്ങോട്ട് കയറുമ്പോൾ 10 റുപ്യ കിട്ടുക, നമുക്ക് മീറ്ററിന്റെ കാശ് കിട്ടൂല. ഇവിടുന്ന് മീറ്ററിന്റെ അവിടെ പോയിട്ട് അവിടുന്ന് ആ മീറ്ററിലുള്ള കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ റിട്ടേൺ അങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് ഈ 10 റുപ്യ ആൾക്കാർ തരിക, ആ മീറ്റർ ചാർജ് കിട്ടൂല. പിന്നെ എങ്ങനെ മുതലാവാനത്? ഡീസൽ അടിച്ചാൽ മുതലാവുക? നമ്മളെ കുടുംബത്തേക്ക് എന്താ കൊണ്ടുപോവുക മീറ്ററിന് ഓടിച്ച്? ഗവൺമെന്റ് നിശ്ചയിച്ചൊരു വാടക ഉണ്ടല്ലോ, 22 റുപ്യ MPS, അതല്ലേ വാങ്ങണുള്ളൂ. കിലോമീറ്റർ 22 റുപ്യ MPS വാങ്ങണുള്ളൂ. അത് ഗവൺമെന്റ് നിശ്ചയിച്ച വാടക ഉണ്ട്. ഒരു ബുക്ക് നമ്മളടുത്തൊരു ബുക്ക് തന്നിട്ടുണ്ട് നമ്മളെ കോർഡിനേഷൻ കമ്മിറ്റി. ആ ബുക്കിനനുസരിച്ചുള്ള വാടക വാങ്ങണുള്ളൂ. ഗവൺമെന്റ് നിശ്ചയിച്ച വാടക ഉണ്ട് 22 റുപ്യ MPS കിലോമീറ്റർ. 22 റുപ്യ MPS വാങ്ങണു. 1.5 കിലോമീറ്റർ പോയാൽ 30 റുപ്യ വാങ്ങണുള്ളൂ. അല്ലാതെ ഇത് മീറ്റർ ഇട്ട് ഓടിയിട്ട് ഈ പഞ്ചായത്തില് കുണ്ടും കുയ്യും റോഡുകൾ ഇതൊക്കെ ഗവൺമെന്റ് ശരിയാക്കാതെ ഈ കാര്യങ്ങൾ ശരിയാക്കാതെ എങ്ങനെ ഇത് മുതലാവാനേ നമുക്ക്?
അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല ആൾക്കാരുടെ അടുത്തൊന്നും പല റേറ്റിൽ നിന്ന് വാങ്ങുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതിന് മീറ്റർ ഇട്ടിട്ടാകുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവര് ചാർജ് വാങ്ങുന്നുണ്ട്, കൂടുതൽ വാങ്ങുന്നുണ്ടോ കുറയുന്നുണ്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കുറച്ചും കൂടി ജനങ്ങൾക്ക് സൗകര്യപ്രദമാവും. അവർക്കും തന്നെ അവരെ മിസ്യൂസ് ചെയ്യില്ല. ഇപ്പൊ പ്രായമായവരാണെങ്കിലും മിസ്യൂസ് ചെയ്യില്ല. ആ നിയമം ഇവിടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ നടക്കില്ല എന്നുള്ളത് സർക്കാർ അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെ ഒരു ഇത് ഇറക്കിയിട്ടില്ല. അവർ കഴിഞ്ഞ വാടക പുതുക്കലിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വാടക പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് കിലോമീറ്റർ ഇത്ര പൈസ ഓടാം, തിരിച്ചു വരുന്ന പൈസ 22 റുപ്യ, അങ്ങനെയൊക്കെ ഒരു കണക്കുകളുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മീറ്റർ പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിൽ ഓടാനുള്ള മീറ്ററുകൾ അജിസ്റ്റേറ്റ് ഉണ്ടാക്കി തരണം. സർക്കാർ അതിനുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു തരണം. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇത് നിലപാടുകൾ ഉപയോഗിച്ച് പോകാൻ പറ്റില്ല. ഓവറായിട്ട് പരാതികൾ വരുന്നുണ്ട്, ഈ അധിക ചാർജ് ഈടാക്കുകയാണ് എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓവറായിട്ട് വാടക വാങ്ങുന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാലോ അവർക്ക്. ഞങ്ങളാരും ഇവിടെ അങ്ങനെ വാടക കുറച്ചിട്ടും കൂട്ടിയിട്ടും പോകില്ല, അധികം കണ്ടുപോകാൻ മേടിക്കണമില്ല. ഇവിടെ അങ്ങനെ കംപ്ലൈന്റ് ഇവിടെ അങ്ങനെ വരുന്നുമില്ല. ഇവിടെ പുതിയ ആൾക്കാരൊക്കെ ആണെങ്കിലും അറിയാത്ത ആൾക്കാരൊക്കെ വന്നാൽ അങ്ങനെ പെടുന്നുണ്ടായിരിക്കാം. അത് സാധാരണ സംഭവിക്കുന്നതാണ്. ഞാനൊക്കെ ഇവിടുന്ന് 40 വർഷമായി വണ്ടി ഓടിക്കുന്ന ആളാണ്. അവിടെ അങ്ങനെ ഒരു കംപ്ലൈന്റ് എൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവില്ല. അതൊക്കെ അത്രേ പറയാനുള്ളൂ. ഈ മീറ്റർ എന്ന് പറയുന്നത് സംഭവം അത് ശരിയല്ല. മീറ്റർ ഇപ്പം അങ്ങനെ ഉപയോഗിക്കാൻ നടക്കുന്ന കാര്യമല്ല. അത് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയൊക്കെ വേറെയാണ് വാടകകൾ. അത് സർക്കാർ ഇറക്കിയുള്ള ഒരു ഇതുണ്ടല്ലോ, അത് പ്രകാരം തന്നെ ഞങ്ങൾക്ക് പോടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളതിനെ കർശനമായിട്ട് എതിർക്കുന്നുള്ളത് സത്യമാണ്. ഈ മീറ്റർ വെക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം ചാർജ് വരുന്നുണ്ട്? മീറ്റർ വെക്കാൻ ചാർജ് വരേണ്ട മീറ്റർ കൊല്ലത്തിൽ പുതുക്കണമെങ്കിൽ ഇവിടുന്ന് തൃശ്ശൂർ പോയിട്ട് പുതുക്കണമെങ്കിൽ 500 രൂപ ചിലവുണ്ട്. ഇത് പുതുക്കിയിട്ട് വല്ല കാര്യം ഉണ്ടാവില്ല. അവിടെ മീറ്റർ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് വരാൻ പറയും. അത് ശരിയാണെങ്കിൽ അല്ലെങ്കിൽ സീലായിട്ടുണ്ട് വീട് ചെയ്യണത്. മീറ്റർ നേരെ കറക്റ്റായിരിക്കണ്ടേ? സർക്കാർ ആ ഭാഗം ചിന്തിച്ച് ശരിയാക്കണ്ടേ? അത് ചെയ്യണില്ലല്ലോ. അങ്ങനെ വരട്ടെ, നിയമത്തിന്റെ വായിക്കൂടെ തന്നെ വരട്ടെ. മീറ്റർ ഇട്ടിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും വണ്ടി ഓടാൻ പറ്റില്ല. കോഴിക്കോട്, തൃശ്ശൂർ, അങ്ങനെ എറണാകുളം ആ ഭാഗങ്ങൾക്കൂടെ അവർ ഒരു ഭാഗത്ത് നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പിൽ വണ്ടി ഇടുകയാണ്. അവിടുന്ന് അവർക്ക് ട്രിപ്പ് ഇട്ടാണ് അവർ പോരുകയാണ്. ഞങ്ങൾക്കതല്ല. ഞങ്ങൾ മുക്കലപ്പൊടി പോയി അങ്ങ് തിരിച്ചു വരുമ്പോൾ അവിടെ ഇട്ടിട്ട് ഓടാൻ പറ്റില്ലല്ലോ. അവർ അവിടുന്ന് ഒരാൾ നമ്മൾ കയറി അങ്ങ് 10 റുപ്യ ഇട്ടുക. അവിടെ വല്ല കാര്യമുണ്ടോ? അത് ടൗണല്ല, അത് ടൗൺ ഏരിയയിൽ നടക്കുന്ന സംഭവം ഈ മുനിസിപ്പാലിറ്റിയിലും ഇതൊന്നും നടക്കില്ല, പഞ്ചായത്തിലും നടക്കില്ല. രണ്ടുമുണ്ട്. മിശ്രിതമായിട്ടാണ് എനിക്കത് സംസാരിക്കാൻ കഴിയുള്ളൂ. അതായത് ഓട്ടോക്കാർ ചാർജ് കൂട്ടി വാങ്ങുന്നവരുണ്ട്, കൂട്ടി വാങ്ങാത്തവരുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പേര് അതിൻ്റെതായ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ചാർജ് ഇവർ വാങ്ങുന്നത് നല്ലതാണ്. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഈ വളാഞ്ചേരിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ടൗൺ എപ്പോഴും റഷാണ്, ഏത് ടൈമിലും ബ്ലോക്കാണ്. അപ്പോൾ അവർ എണ്ണ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ സൊല്യൂഷൻ പറഞ്ഞിട്ടാണ് അവർ നമ്മളെ കമ്മിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാനുള്ളൂ, മിശ്രിതമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. വാടക കൂടുതൽ വാങ്ങുന്നതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ നിയമം കൊണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഓട്ടോ ഓടിക്കുന്നതന്നെ രക്ഷയാണ് ഓട്ടോ എന്ന് പറയുന്നത്. അവർ ഓട്ടോറിക്ഷ ഡ്രൈവർ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഓട്ടോ ഓടിക്കുന്നതാണ് അവൻ പറയുന്നത്. പക്ഷെ നമുക്ക് നഷ്ടം എന്ന് പറയാനൊന്നുമില്ല. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. എനിക്ക് നേരം അങ്ങനെ നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. ബുദ്ധിമുട്ടാണ് അങ്ങനെ നിയമം കൊണ്ടുവരണമെങ്കിൽ. പക്ഷേ ഓട്ടം കാര്യങ്ങളൊക്കെ വാടക കമ്മിയാണ്, എല്ലാം ബുദ്ധിമുട്ടാണ്. കാരണം വാടക കൂടുതലാണ്, നമുക്ക് ജീവിക്കണ്ടേ? ഡീസലിനും പെട്രോളിനൊക്കെ വില കൂടി വരികയല്ലേ. നമുക്ക് മീറ്ററിട്ട് ഓടിക്കഴിഞ്ഞാൽ വാടക കിട്ടൂലല്ലോ, നിശ്ചിത വാടകയിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് കൂടി നമുക്ക് മുതലാവില്ല. നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണ്ടേ? അത് നല്ലൊരു നിയമമാണ്, നല്ല നിയമമാണ്. മീറ്റർ നിർബന്ധമായിട്ട് വേണം, അത്ര തന്നെ പറയാം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ പിന്നെ ചിലപ്പോൾ ഇവർ കൂടുതൽ പൈസ വാങ്ങിക്കുന്നുണ്ട്, തോന്നിയ പോലെയാണ് റേറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ യാത്രക്കാർക്ക് ഗുണം തന്നെയാണ്, ഗുണം ചെയ്യുക. മീറ്റർ കൊണ്ടുവരുന്നതോട് നമുക്ക് നിയമത്തിന് തെറ്റൊന്നുമില്ല. പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ അത് ഗ്രാമങ്ങളിൽ നടക്കില്ല. പഞ്ചായത്ത്, അതുമാതിരി മുനിസിപ്പാലിറ്റി, വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മറ്റുള്ള സംവിധാനങ്ങളൊന്നുമില്ല, ഒരു കോടതി ഇല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. വെറും മുനിസിപ്പാലിറ്റി എന്നുള്ള പേരുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും അത് ശരിക്ക് പ്രാബല്യത്തിലാക്കാൻ കഴിയില്ല. ഓട്ടോറിക്ഷക്കാർക്ക് അത് ദോഷമാണ്. അന്നത്തെ ജീവിതത്തിന് ഒരിക്കലും ഒരു 700 രൂപയ്ക്ക് വരെ ഓടാത്ത ആൾക്കാരാണ് ഉള്ളത്. പിന്നെന്താ മാറ്റി വയ്ക്കുക? പെട്രോളിൻ്റെ ഡീസലിൻ്റെ കാശ് കഴിഞ്ഞാൽ ബാക്കി എന്താ മാറ്റി വയ്ക്കുക? അപ്പോൾ സിറ്റികളിലൊക്കെ, കോഴിക്കോട് പോലുള്ള സിറ്റികളിൽ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും പൈസ, ഇവിടെ അത് കിട്ടൂല. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിനെ നമ്മൾ എതിർക്കുന്നുണ്ട്, അതിൽ എതിർക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. അത്ര തന്നെ ഉള്ളു പറയാനുള്ളത്.
ചാർജ് ഇപ്പോൾ മിനിമം ചാർജ് ഇപ്പോൾ എത്ര വരണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ജനങ്ങൾക്ക് യാതൊരു വ്യക്തത ഇല്ല ഇപ്പോഴും. വ്യക്തമായിട്ട് ഇപ്പോൾ ഒരു ചാർജ് എത്ര വരിക, മീറ്റർ വാടക എത്ര വരണം എന്നുള്ളത് ഇപ്പോൾ ആർക്കും അത്ര ഒരു ഇതിലുള്ള വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഏരിയയിൽ ഓടുന്ന വണ്ടികൾക്കൊന്നും അതായത് പ്രാബല്യത്തിൽ എങ്ങനെ വരുന്നതിന് ഗുണമാണോ ദോഷമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ചാർജിൽ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ജനങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ. ജനങ്ങൾക്ക് ഇത് ഉപകരണമാണോ ദോഷകരമാണോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. ഈ മീറ്റർ ഓടിയാലൊന്നും നമ്മളിവിടെ മുതലാവില്ല. കാരണം ഇതുകൊണ്ട് കാരണം ആകെ എപ്പോൾ തന്നെ ഓടിയാൽ തന്നെ പൈസ കിട്ടണില്ല. കാരണം ഈ 30 റുപ്യ കിലോമീറ്റർ പറയുകയാണെങ്കിൽ പൈസ ഇപ്പം തന്നെ കിട്ടുന്നില്ല വണ്ടി ഓടിയാൽ. പിന്നെ അതിൽക്കൂടെ മീറ്ററും കൂടി ആകുമ്പോൾ നമുക്ക് മുതലാവില്ല. സർക്കാർ തരണ ഞങ്ങൾക്ക് പൈസ യാത്രക്കാരായിരുന്നെങ്കിൽ സർക്കാർ പൈസ തരുമോ? മീറ്റർ ഓടിയാൽ മുതലാവില്ല.